ഹലോ എന്റെ പ്രിയപ്പെട്ട ഇഗ്വാന. കഥ കഴിഞ്ഞു. അയ്യോ ക്ഷമിക്കണേ. അയ്യോ അയ്യോ പേടിപ്പിക്കല്ലേ. ചാൻ, എന്നെ ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്റെ നെബ്യൂല ഓപ്പൽ മോഷ്ടിച്ചില്ലേ? ദ സ്വാർഡ് ഓഫ് സിൽവർ ബജാനും പിന്നെ സിൽവർ ഇഗ്വാനയും. മര്യാദയ്ക്ക് അതിപ്പോ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ജീവനോടെ ഇവിടുന്ന് പോകാം. അത് പിന്നെ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് സുഖമാണോ? ബൈ ബൈ. അയ്യോ അയ്യോ ഇന്ന് രാവിലെ എന്റെ കണി മോശമാ. ഗ്ലൈഡറിലേക്ക് സ്വാഗതം. ജോളി എയർലൈൻസ്. അങ്ങനെയാണ് സിൽവർ ഇഗ്വാനയെ ഞങ്ങൾ മ്യൂസിയംകാർക്ക് ഏൽപ്പിച്ചത്. ഓ ഉഗ്രൻ. ഓ എനിക്കിഷ്ടപ്പെട്ട ഒരു സാഹസിക യാത്രക്ക് പോയാൽ കൊള്ളാന്നുണ്ട്. ഓ വലിയ വർത്താനം പറയാതെ ഒന്ന് പോവാൻ നോക്കടാ കണ്ണട പോടാ. ഹേ ലാരി, നീ സൂപ്പർ ഡൂപ്പർ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോവാണോ? നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നില്ലേ? അതെ, കോമിക് ബുക്കിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കും അല്ലേ? എന്നെങ്കിലും ഒരിക്കൽ സിൽവർ എഗ്വാന റൊമാബെ പോലെ ഒരു കഥ എനിക്കും ഉണ്ടാവണം. അതാ എന്റെ ആഗ്രഹം. എനിക്കൊരു ഹീറോ ആവണം, സൂപ്പർ മോസിനെ പോലെ, അല്ലെങ്കിൽ നിങ്ങളെ പോലെ ജാക്കി. ഓ ഹീറോയോ? നിങ്ങള് എന്നെ കുറിച്ച് ജൂലി പറഞ്ഞതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നിന്റെ മനസ്സെനിക്ക് വായിക്കാം. ജാക്കിയിൽ എവിടെ പോകുമ്പോഴും കൂടെ കൂട്ടിക്കൊണ്ട് പോകില്ല. എന്നിട്ടും നീ എന്തെങ്കിലും പോകാതിരുന്നിട്ടുണ്ടോ? എന്നും നീ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നുണ്ടല്ലോ. നിനക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ ലാരി. സൂപ്പർ മൗസ് പോലെ ആയിക്കോ. മനസ്സിൽ നീയാണ് ഹീറോ എന്ന് കരുതണം. ഓ എനിക്കൊരു ഹീറോ ആവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഭൂമി ഉലുക്കം വല്ലതും ആണോ? ചീഭൂതം പുറത്തിറങ്ങി. ചീഭൂതം അടുത്തെവിടെയോ ഉണ്ട്. ഭീമയും ഞാനും കണ്ടെയ്ൻമെന്റ് യൂണിറ്റ് റിപ്പയർ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ ആ കാണാതായ 5 ഭൂതങ്ങളെയും കണ്ടുപിടിക്കണം. ഒരിക്കൽ ഒരു ശക്തിയെ മാത്രമേ നമുക്ക് ആവാഹിക്കാൻ സാധിക്കൂ എന്നുള്ളത് ഓർമ്മ വേണം. ഓരോന്നിനെയും പിടിച്ച ശേഷം നീ കണ്ടെയ്ൻമെന്റ് യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. ദുഷ്ടശക്തികൾ ഉറങ്ങാറില്ല. ഞാൻ പോയി ഒരു കാപ്പി ഉണ്ടാക്കട്ടെ. പിടിച്ചോ ജാക്കി. രണ്ടാമത്തേത്. ജലം, ചന്ദ്രൻ, ആകാശം, കാറ്റ്. ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ. അയ്യോ, ചീ ഭൂമിഭൂതം ഇതിനകത്തില്ലല്ലോ. അപ്പോൾ സെക്ഷൻ 13 ചീ ഭൂമിഭൂതം ഇല്ലെന്നർത്ഥമല്ലേ? ഓ
എന്തിനാ എന്നെ വിളിച്ചുണർത്തിയത്? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. നമുക്ക് പ്രവർത്തിക്കാൻ സമയമായി. എന്നാ എന്റെ ഉള്ളിലുള്ള ഹീറോയിസം പുറത്തു കൊണ്ടുവരിക? സൂപ്പർ മൗസിന്റെ പഴയ കഥകളൊക്കെ ഞാൻ ഓർക്കേണ്ടി വരും. സൂക്ഷിച്ചു പോടാ. രോമാഞ്ചം. ഇതെന്താ ഇത്? മൗസിന്റെ കഥയിലുള്ള പോലെ തന്നെയുണ്ടല്ലോ ഇവരെ കാണാൻ. നിന്റെ കയ്യിൽ എനിക്ക് വേണ്ടതൊന്നുണ്ട്. എനിക്ക് വേണ്ടത് ഞാൻ എടുക്കും. ഓ, എങ്ങനെയും മലയുണ്ടാത്? അവൻ ഭൂമിഭൂതത്തിന്റെ ശക്തി ആവാഹിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്നെ ഒന്നും ചെയ്യരുത്. നില ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല, നോക്കിക്കോളാ. നിനക്കുള്ള സമയം അവസാനിച്ചു. ഡ്രാഗോ, ലാരി, നിന്റെ അകത്ത് ഭൂമിഭൂതം ഉണ്ടോ? ജയിച്ചെന്ന് പറഞ്ഞ് അധികം നെകളിക്കണ്ട. അത് അധിക സമയം നീണ്ടു നിൽക്കില്ല. എന്റെ സുഹൃത്തിനെ ഒന്നും ചെയ്യരുത്. ഓ, ഈ വിഡ്ഢികൾ എന്താ ഇനിയും ചാവാതെ ജീവനോടെ ഇരിക്കുന്നത്? നിനക്കൊരു കാര്യം അറിയോ? ചീ ഭൂമിഭൂതൻ നിന്റെ അകത്ത് കേറിയിരിക്കാ, അതുകൊണ്ടാ. ഭൂതങ്ങളോ? ഈ ലോകത്ത് അങ്ങനെയൊന്നുണ്ടോ? ഞാൻ ഈ തീ തുപ്പുന്ന ഡ്രാഗനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഭൂതങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോവാ. നമുക്ക് പോകാം ബോയ്സ്. ഈ ഭൂമിക്കടിയിലുണ്ട്. വേണ്ട വേണ്ട, ഈ തുരങ്കം ഇടിഞ്ഞു കഴിഞ്ഞാൽ നീ അകത്തായി പോകും. ജൂലി പറയുന്ന കേക്ക്. ജൂലി പറയുന്നത് കറക്റ്റാ. ഡ്രാഗോ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെ കണ്ടുപിടിക്കണം. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു ദുഷ്ടപിശാച് അവനെ കീഴടക്കുന്നതിന് മുമ്പ്. ഇല്ലെങ്കിൽ അവനും ഒരു ഭൂതമായി മാറും. എനിക്കെന്തോ സംഭവിച്ചതുപോലെ തോന്നുന്നു. ഞാൻ എങ്ങനെ ഭൂമിക്കടിയിലൂടെ പോയത്? എന്ത്? എനിക്ക് മസിൽസ് ഉണ്ടായിരിക്കുന്നു. ഞാനൊരു സൂപ്പർ ഹീറോ ആയിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു സൂപ്പർ ഹീറോ. എനിക്ക് ഈ ശക്തിയെല്ലാം കിട്ടിയതുകൊണ്ടേ എന്റെ ഉത്തരവാദിത്വം കൂടിക്കൊണ്ടിരിക്കുക. അതെ, നോക്കട്ടെ. സമയമായി. എന്റെ ലക്ഷ്യപ്രാപ്തിക്കുള്ള സമയമായിരിക്കുന്നു. ഓ, ചീ എന്ന ഭൂതം നമ്മുടെ പിടിയിലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാഹസങ്ങൾ കാണിക്കാമായിരുന്നു, അല്ലേ? എന്താ ഇവിടെ ബഹളം? ചീ എന്ന ഭൂമിഭൂതം ഇപ്പോഴും ഭൂമിക്കടിയിൽ തന്നെയാണോ? വേഗം പോയി കണ്ടുപിടിക്കേ, എന്നിട്ട് ചാങ്ങിനെ കൊല്ലണം. ലാരി ഇവിടെ താമസിക്കുന്ന ഷോപ്പ് ഓണർ പറഞ്ഞത്. നീ പൊക്കോ ജൂലി, ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കോളാം. യെസ്, എന്റെ കൂടെ കളിക്കാൻ ലാരി ഒന്ന് വിടുമോ? ലാരി അവന്റെ പുതിയ ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവൻ തന്റെ ലക്ഷ്യം സാധിക്കാനുള്ള പുറപ്പാടിലാണ്. നീ അകത്തേക്ക് വാ. നമ്മൾ കുറച്ച് താമസിച്ചു പോയി. റീഡിംഗ് വളരെ ശക്തമാണല്ലോ. ചീ ഭൂതം മുകളിലാണെന്ന് തോന്നുന്നു. ലാരി മണ്ടത്തരൊന്നും കാണിക്കില്ലെന്ന് കരുതുന്നു. ഇതെന്റെ സിറ്റിയാണ്, സാൻ ഫ്രാൻസിസ്കോ. ഞാൻ സംരക്ഷിക്കാൻ പോകുന്ന നഗരമാണിത്. ഞാനാണ് അല്ല, നമ്മുടെ മേയർക്ക് എന്തിനാ ഇപ്പൊ ഒരു പ്രതിമ? ഇയാളുടെ തനിനിറം എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. സ്പെക്ടാക്കുലാറി നിങ്ങളെ സഹായിക്കാൻ എത്തിയിരിക്കുന്നു മേയർ.
നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതെന്റെ ജോലിയുടെ ഒരു ഭാഗമാണ്, മനസ്സിലായോ? ഛേ, ഈ കലാസൃഷ്ടികൾ നശിപ്പിക്കുന്നത് സ്പെക്ടാക്കുലർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് തിരിച്ച് ജയിലിലേക്ക് പോകാൻ സമയമായി. ഈ സ്പെക്ടാക്കുലർ നിങ്ങളെ തിരിച്ച് ജയിലിൽ അയക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്തെത്തിയെന്ന് പറയാൻ പറ്റില്ല. ലാറിയുടെ അടുത്ത് എത്തുന്നതിന് പകരം അവനേക്കാൾ ഒരുപടി മുമ്പോട്ട് പോകുന്നതല്ലേ അങ്കിൾ നല്ലത്? ആ സൂപ്പർ ഹീറോ എവിടേക്കായിരിക്കും പോയിരിക്കുക? എനിക്കറിയാം. മനോഹരം. വെവ്വേറെയായിട്ട് പോകണം. ഒരു ചെറുപ്പക്കാരനെ അസാധാരണമായ കോസ്റ്റ്യൂമിൽ കണ്ടാൽ പിടിക്കണം. ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളു, കണ്ടില്ലേ? അങ്കിളിനോട് തർക്കിക്കാൻ നിൽക്കരുത്. അത് പിന്നെ എക്സ്ക്യൂസ് നീ മീ. ഞങ്ങളെ ധിക്കരിക്കാൻ ശ്രമിക്കാണോ? ഇപ്പൊ തന്നെ നീ ഞങ്ങളോട് മാപ്പ് ചോദിക്കേ. അത് എന്നോട് ഞങ്ങളുടെ ഭാഷയിൽ പറയടാ. ഓ, സുമൂകേളായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രം. എന്റെയും. എന്താ നിങ്ങളുടെ പേര്? തടിയൻകുട്ടാ? ഞാൻ പോയൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഓ, ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ. എനിക്ക് ഇയാളെ ഇഷ്ടമായി. ഓക്കെ, നിന്റെ ലിസർഡിനെ എന്റെ സ്പോർട്സ്മാനെ കൊണ്ട് ഞാൻ ആക്രമിക്കും. എന്റെ ലിസർഡിന്റെ അത്ഭുത ശക്തി കൊണ്ട് നിന്റെ സ്പോർട്സ്മാൻ തോറ്റിരിക്കുന്നു. അയ്യാ, മാജിക് കൊണ്ട് മാജിക്കിനെ കീഴടക്കണം. എഴുന്നേൽക്ക, എഴുന്നേൽക്ക. നീ അങ്കിളുമായിട്ടൊന്ന് ഏറ്റുമുട്ടുന്നോ മോനെ? സൂപ്പർ മൗസ് ബുക്ക് നമ്പർ 1. ഇന്ന് 20 രൂപ പിടിച്ചോ. നീ എന്താ തമാശ പറയാ? 10 ഇരട്ടി വിലയുണ്ടതിന്. ഇതാ വരുന്നു സ്പെക്ടാക്കുലറേ. ലാരി, ഞാൻ പറയുന്ന കേക്ക്. നീ ഒരു സൂപ്പർ ഹീറോ ഒന്നും അല്ല. അതെ, നിനക്ക് ഈ ശക്തി കിട്ടിയത് ചീബൂതം നിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാ. നിനക്കൊന്നും അറിയില്ല ജൂലി. എനിക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ സൂപ്പർ ഹീറോ ആണ്. സൂപ്പർ ഹീറോയോ? ഒരിക്കലുമില്ല. നീയാണിപ്പോ എന്റെ തലവേദന. ഇതൊരു പുതിയ തരം ഡ്രസ്സാണല്ലോ. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഭീമ, നിന്റെ കയ്യിൽ കോമ്പസ് ഉണ്ടോ? ഇല്ല, അത് അങ്കിളിന്റെ അടുത്തായിരുന്നു. വേഗം അങ്കിളിനെ കണ്ടുപിടിക്കണം. ഡ്രാഗോ ചീഭൂതത്തെ ആവാഹിക്കുന്നതിന് മുമ്പ് തടയണം. പക്ഷേ അത് അയ്യോ അയ്യോ, എനിക്ക് പൊള്ളുന്നു. എന്നാ ഞാൻ പോയി അങ്കിളെ തേടട്ടെ. നന്നായി തടഞ്ഞിരിക്കുന്നു. ഇനി ഹീറോയുടെ സാമർഥ്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ലാരി, നീ അവിടെ നിന്ന് നിക്കേ. എന്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ ഞാൻ പപ്പടമാക്കും. എന്നിട്ട് അതിനെ ചുട്ടു തിന്നും. ഞാനിതാ വരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നിങ്ങൾ ശക്തന്മാരാണ് കേട്ടോ. പക്ഷെ സ്പെക്ടാക്കുലറിയാണ് കൂടുതൽ ശക്തൻ. അത് ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാ. ഇവരെ ഒന്നും ചെയ്യരുത്. ഇവന് നല്ലൊരു ഡ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ. ആർക്കാണ് സ്പെക്ടാക്കുലറിയുടെ ഓട്ടോഗ്രാഫ് വേണ്ടത്? ഈ മാംസപിണ്ഡത്തിനെ നമുക്കൊരു ചൂണ്ടലിയാക്കി മാറ്റാം. വൃത്തിയേട്ടവന്. ഞാനും കൂടി കൂടിക്കോട്ടെ. എനിക്കൊരു എതിർപ്പുമില്ല. എന്റെ സ്വേർഡിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ കാടിനെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. ആ, നിന്റെ സോഡ് റേഞ്ചറിനെ തോൽപ്പിച്ചാൽ എന്റെ കയ്യിൽ ഒരു ഫിഷ് ഉണ്ട്. ജൂലി, ഒരു മിനിറ്റ്. അങ്കിൾ ഇവിടെ കളിയിൽ ബിസി ആയിരിക്കുന്നത് കണ്ടില്ലേ? ഡ്രാഗോ
ഭൂതം. ആ, ഞാൻ ഉടനെ തിരിച്ചെത്തിക്കോളാം. അങ്കിളിന്റെ കാടിൽ തൊട്ടു പോകരുത്. ലാരി വേണ്ട. വേണ്ട, മാറി നിൽക്ക. ഞാൻ ഈ ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നത് വരെ ആരും എന്റെ അടുത്ത് വരരുത്. എന്നോട് പൊരുതാൻ മാത്രം നിങ്ങൾ അത്രത്തോളം മാറുന്നോ? ഞാനാണ് ഹീറോ. ഈ കിളവനെന്താ ചെയ്തത്? നിന്റെ അകത്തുള്ള ശക്തി ആവാഹിച്ചെടുക്കുക. ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നിന്നെ വിശ്വസിക്കാമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ നീ എന്നെ ചതിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരിക്കൽ എന്റെ സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോ എന്റെ ശത്രു. ഭൂമിഭൂതമാകാനുള്ള അവന്റെ രൂപാന്തരം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, ലാരിക്ക് ഇനി രക്ഷപ്പെടാനാവും. എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. ഹേയ്, സ്പെക്ടാക്കുലറി. ഇങ്ങനെയാണ് സൂപ്പർ ഹീറോസ് ഒക്കെ ചെയ്യാ. അത് നിനക്ക് എങ്ങനെ അറിയാം ജൂലി? നീ ഒരു സൂപ്പർ ഹീറോ അല്ലല്ലോ. അല്ല, പക്ഷെ ഞാനും നിന്നെ പോലെ സൂപ്പർ മൗസ് കോമിക്സ് ഒരുപാട് വായിച്ചിട്ടുണ്ട്. നിന്നെ പോലെ ടെറിബിൾ ടാസ്ക് ഓഫ് ദ ടോയ്ലറ്റ് മാസ്ക് വായിച്ചിട്ടുണ്ട്. സ്പെക്ടാക്കുലർ സൂപ്പർ മൗസ് നമ്പർ 39. സൂപ്പർ മൗസിനെ ടോയ്ലറ്റ് മാസ്റ്റർ കീഴടക്കിയത് അറിയില്ല നിനക്ക്. എന്നിട്ട് അവൻ അനിമൽ അഡ്വഞ്ചേഴ്സിനെ എതിരാക്കി. പക്ഷെ സൂപ്പർ മൗസ് അവന്റെ ഉള്ളിലുള്ള ഹീറോയിനെ കണ്ണടച്ച് വിശ്വസിച്ചു. ആ ദിവസത്തെ രക്ഷിച്ചു. എന്റെ അകത്തുള്ള ഹീറോയോ? നീ ഒന്ന് ചുറ്റും നോക്കലാരി. സൂപ്പർ മൗസ് ഇങ്ങനെ എല്ലാം തകർത്ത് എല്ലാവരെയും പേടിപ്പിക്കോ? ഇതാണ് നിന്റെ അകത്തുള്ള ഹീറോന്റെ പ്രവൃത്തി. ഞാൻ എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? എനിക്കറിയില്ല. നീയല്ലേ ഇത് ചെയ്തത്? നിന്റെ അകത്തുള്ള ചീഭൂതമാണ്. ഞങ്ങൾ നിന്നെ രക്ഷിക്കാം. എന്നെ ചീഭൂതത്തിന്റെ കയ്യിൽ നിന്നുള്ള ആക്രമത്തിൽ നിന്ന് രക്ഷിക്കണം. എന്റെ അകത്തുള്ള ഹീറോയുടെ പേര്, അവന്റെ പേര് ലാരി എന്താണ്? ലാരി, നീ ഓക്കെയാണല്ലോ? അതെന്ന് തോന്നുന്നു. എനിക്കെന്തോ രോമാഞ്ചം. ഇവിടെ മുഴുവൻ ഇടിച്ചു തകർത്തില്ലേ? പണം വേണം. അതെ, ഞാനല്ല ഇങ്ങനൊന്നും ചെയ്തത്. ഞാനല്ലെന്ന്. അങ്കിളാണ് പുതിയ ഗ്രാൻഡ് മാസ്റ്റർ വിസർഡ്. ഈ നമ്പറിൽ വിളിക്കണം. നമുക്ക് നാളെ ഒരുമിച്ച് ലഞ്ചിന് പോകാം കേട്ടോ. വാ ലാരി, നമുക്ക്. ഹേയ്, എത്രയാ? എന്ത് വേണമെങ്കിലും എടുത്തോ. ഇപ്പൊ അതിനൊന്നും വിലയില്ല. എനിക്ക് വിലയുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിനക്ക് കോമിക്സ് ബുക്ക് വേണോന്നാണോ ജൂലി പറയുന്നത്? ഏതെങ്കിലും ഒരു കോമിക്സ് അല്ല. ഇതൊന്ന് സൈൻ ചെയ്തു തരുമോ സുഹൃത്തെ? ഹായ് ലാരി. ജൂലി, നിനക്ക് സാധിച്ചിരിക്കുന്നു. ഇത് കണ്ടില്ലേ? അഡ്വഞ്ചേഴ്സ് ഓഫ് സ്പെക്ടാക്കുലറി സൈറ്റ് 13. അന്നേരം എന്റെ പേര് ഇതിനകത്ത് ഇല്ലേ? മനോഹരം. എനിക്ക് ആയിരക്കണക്കിന് കഥകൾ അറിയാം. മെറീന സീവ് സിറ്റി എങ്ങനെയുണ്ട്? അടിപൊളി കഥയല്ലേ? ഇത് കേട്ടോ. ഡ്രാഗൺ ബോയും ലിസർഡും ഒരു മിസൈൽ ഉപയോഗിച്ച് ഭൂമിയെ ഒരു മൃഗങ്ങളുടെ പ്ലാനറ്റ് ആക്കാൻ ശ്രമിക്കുന്നു. സ്പെക്ടാക്കുലറി അവരെ തടയാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ അവനെ പിടിക്കുന്നു. മെറീന അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. മെറീന അനേകം സാഹസങ്ങളിലൂടെ അവരെയൊക്കെ കീഴടക്കുന്നു.